Poha എന്ന് പറയുന്ന സാധനം അത് അല്ല പോഹയല്ല വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ആള് വളരെ സ്ലോവിലാട്ടാ ചെയ്യണേ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല ഇതിൽ വന്ന് നിൽക്കുമ്പോൾ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല അല്ലേ ആൻറ്റി? ഏത് വീഡിയോ ഞങ്ങളുടെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയില്ല. ചെറുതാക്കി അരിയണം, കൂടുതൽ പാടില്ല. മഹാരാഷ്ട്ര ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ് അവരുടെ കുറച്ച് പഞ്ചസാര വേണം. കാരണം എല്ലാവർക്കും നിലക്കടല കപ്പലണ്ടി വേറൊരു ലാംഗ്വേജ് കപ്പലണ്ടി. പെട്ടെന്ന് വീട്ടിൽ അവിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടികളും ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു നാരങ്ങ ഈ സൈഡിൽ അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം അടിപൊളിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പാലക്കാട് നിന്ന് പുഷ്കലാൻറ്റീനെ കൊണ്ടുവന്നു കേട്ടോ. മലയാളി മങ്കയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പുഷ്കലാൻറ്റി. അപ്പോൾ ഞാനും പച്ച ഒക്കെ ഇട്ടിട്ട് വന്നു. ആൻറ്റീൻ്റെ ഒപ്പത്തിനൊന്നും ആവില്ല, എന്നാലും ഞാനാണെങ്കിൽ വേഷം ഇതാണ്, ക്യാമറ ചെയ്യണം ഞാൻ. അപ്പോൾ ഞാൻ അപ്പുറത്ത് നിൽക്കും, ഇവർ 2 പേരായിരിക്കും അവതരിപ്പിക്കുക. അപ്പോൾ നമ്മളിന്ന് 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ കേട്ടോ, കുറേ ഐറ്റംസ് അറിയാം ആൻറ്റിക്ക്, അറിയില്ല എത്ര ഉണ്ടാക്കാനൊക്കെ നേരം കിട്ടുമെന്ന് അറിയില്ല. ഇപ്പം ചെയ്യാൻ പോണത് 2 സാധനങ്ങളാണ് ഉണ്ടാക്കാൻ പോണത്. ഒന്ന് പോഹ എന്ന് പറയുന്ന സാധനം, അത് അല്ല പോഹയല്ല പോഹ എന്ന് പറയണത് അവിലോണ്ടുള്ളത് മഹാരാഷ്ട്ര സാധനമാണ്, വിഭവമാണ്. പോഹയാണ് ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത്, അവിലോണ്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചൗവരി കൊണ്ടുള്ളൊരു സാധനം. അങ്ങനെ 2 ഐറ്റംസാണ്. അത് രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലും പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് വേഗം അധികം സമയമില്ലാണ്ട് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പം അങ്ങനത്തെ 2 ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ മഹാരാഷ്ട്രൻസ് ഫാസ്റ്റിംഗ് ദിവസം പ്രത്യേകിച്ചിട്ട് ഈ സാബുദാനയുടെ കൊണ്ട് കഴിക്കും അവർ. ഇപ്പം നമ്മളൊക്കെ ഒരിക്കലിരിക്കുന്ന മാതിരി അവരും ഒരിക്കലിരിക്കുന്ന ദിവസം അവർ ഈ പോഹ അവർക്ക് മെയിനാണ്. പോഹയല്ല, സാബുദാന കിച്ചടി അവരുണ്ടാക്കി കഴിക്കും. കിച്ചടി എന്ന് പറയുന്നത് ഈ ചൗവരിയെ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ പാചകത്തിൻ്റെ ഇടയിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ആൻറ്റീനെ കൂടുതൽ പരിചയപ്പെടാം അല്ലേ? തുടങ്ങാം നമുക്ക്. പോഹ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അവിലാണ്. അപ്പൊ അവിൽ ഇങ്ങനത്തെ അവില് വേണം. പുഴുങ്ങലരിയുടെ നല്ല കട്ടിയുള്ള അവിലായിരിക്കണം. പച്ചരിയുടെ നൈലോൺ സണ്ണ അവിലെടുക്കരുത്. പുഴുങ്ങലരിയുടെ നല്ല കട്ടിയുള്ള അവിലായിരിക്കണം. ഇതിന് ഇനി വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പോൾ വേണ്ട സാധനങ്ങൾ കഴുകില്ലല്ലോ അല്ലേ? നമ്മൾ നേരെ നാളികേരൊക്കെ ചെരുകിട്ട് കഴിക്കല്ലോ ചെയ്യാം. വേണ്ട സാധനങ്ങൾ പോഹ, ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റിൻ്റെ 250 മെഷർമെൻറ്റിൻ്റെ 2 കപ്പ്. ഒരു 2 ഉള്ളി, പച്ചമുളക്, സബോള പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് നാളികേരം 1 കപ്പ്. നാളികേരം എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പിന്നെ മല്ലിയില, നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് പഞ്ചസാര. വേണ്ടവർക്ക് ഉരുളക്കിഴങ്ങ് പീസസ് ഇടാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചിലവർക്ക് ഗ്യാസൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്, തൊലി കളഞ്ഞിട്ടില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 2-3 വിസിലടിച്ചിട്ട് പുഴുങ്ങിയിട്ടുള്ള സാധനമാണത്. പച്ചമുളകൊക്കെ പറഞ്ഞു. കഴുകണം. വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ആള് വളരെ സ്ലോവിലാട്ടാ ചെയ്യണേ അല്ലേ? ഒന്നും ഇണ്ടാണ്ട് നിൽക്കുക. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. വെള്ളം കുറച്ചുകൂടി എടുത്തിട്ട് വരാം അല്ലേ? ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ട് വരാം. കുറച്ചുകൂടി വെള്ളം വേണം. 2-3 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകണം. ഇന്നേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴ. ഞങ്ങൾ ഇന്നലെ വന്നു. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു അല്ലേ? അതെ, ഇന്നലെ നല്ല വെയിലായിരുന്നു. ഈ വീഡിയോ എടുക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല. ഇപ്പം ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് പുറത്തേക്ക്. ആൻറ്റി ആണെങ്കിൽ ഇങ്ങനെ സുന്ദരിയായിട്ട് നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല ഇതിൽ വന്ന് നിൽക്കുമ്പോൾ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല അല്ലേ ആൻറ്റി? പുറത്ത് നിൽക്കുമ്പോഴാണ് അത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മഴ ഒന്ന് മാറി, എന്നാലും മരത്തുമെന്ന് വെള്ളം വീഴുന്നുണ്ട്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇത് കഴുകി കഴിഞ്ഞ ശേഷം വെള്ളം നല്ലപോലെ വാർന്ന ശേഷം, വെള്ളം പാടില്ല, കഴുകിയ വെള്ളം സഫീഷ്യൻ്റാണ്. അത് കഴിഞ്ഞ ശേഷം ഇതിനെ അങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊണ്ട് വെച്ചാൽ മതി. കാരണം ഉള്ളിയൊക്കെ വഴറ്റി വരുമ്പോഴേക്കും ഇത് കുതിർന്ന് ശരിയായിക്കോളും. ഇതിലേക്ക് വെച്ചേക്കാം. അപ്പോൾ തീ കത്തിക്കാൻ പോവാം കേട്ടോ. ഗ്യാസ് കൊളുത്തി പാൻ ചൂടായ ശേഷം നിങ്ങൾക്ക് ഏത് എണ്ണ യൂസ് ചെയ്യുന്ന ആ എണ്ണ യൂസ് ചെയ്യാം.
ഇവിടെ ഇപ്പോൾ ഇവർ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു. ചൂടാവട്ടെ. ഏത് വീഡിയോ ഞങ്ങളുടെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയില്ല? അതിപ്പോൾ ഓർമ്മയില്ല. എല്ലാ വീഡിയോയും കാണും, കണ്ട ശേഷം എല്ലാ വീഡിയോയും കാണും. അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇല്ല, വിചാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെ നേരിട്ട് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വരണം, കാണണം, നിങ്ങളുടെ കൂടെ താമസിക്കണം എന്നൊക്കെ. നിങ്ങളുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മളെ നിർബന്ധത്തിനാണ് ആൻറ്റി ഇങ്ങനെ നിൽക്കണം കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. റെസിപ്പികൾ കുറേ പറഞ്ഞു തരാറുണ്ട് അല്ലേ? അതെ, കുറേ എനിക്കിങ്ങനെ വോയിസുകൾ പറഞ്ഞു തരും, ചെയ്തോളാൻ പറയും. കാരണം ആൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ആണ് 16 വയസ്സ് വരെ ജനിച്ചതും വളർന്നതൊക്കെ, 16 വയസ്സ് വരെ പഠിച്ചതും ഒക്കെ അവിടെയാണ്. അപ്പോൾ പാലക്കാടൻ സാധനങ്ങളൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോംബെയിലേക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയി. പിന്നെ അവിടെ അപ്പം അതുകൊണ്ട് മഹാരാഷ്ട്ര വിഭവങ്ങളൊക്കെ അറിയാം. പിന്നെ മക്കള് അമേരിക്കയിൽ സെറ്റിലായി. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോണ കാരണം കൊണ്ട് അവിടത്തെയും കുറേ പഠിച്ചു. അവിടുത്തെ പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഠിക്കേണ്ടി വന്നു. ഒരു 2.5-3 സ്പൂൺ. ഇതിന് കുറച്ച് എണ്ണ കൂടുതൽ വേണം. കാരണം വേറെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അത് കാരണം ഇത് തന്നെ ഇതാക്കാനായിട്ട്. ഇതിലിങ്ങനെ വറുക്കുമോ? ഇല്ല, വണ്ണയൊന്നും വറുക്കൊന്നുമില്ല. ഉള്ളി അല്ല, അവില് വറുക്കില്ല. ഇതാണ് വറുക്കുക അല്ലേ? ഇത് വഴറ്റുക. ഇതിപ്പോൾ 1.5 സബോള നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ. അത് പൊടിയായിട്ട് ചോപ്പറിൽ ഇങ്ങനെ അരിഞ്ഞതാണിത്. പിന്നെ ഇതെന്തൊരു ചെയ്യാ? പച്ചമുളക് നമ്മൾ അരിയണം. ജീരകം വേണം ഇതിലേക്ക്. ഇതിലേക്ക് കടുകിടില്ല, നമ്മൾ ജീരകം ഇടുള്ളൂ. കാരണം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചു കൂട്ടാ. ഇത്രയ്ക്ക് ജീരകം ഇട്ടു. ഒരു സ്പൂണോളം ജീരകം ഇടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയെ വഴറ്റുക. പച്ചമുളക് നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. ഇതൊരു എരിവില്ലാത്ത മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ 4-5 എണ്ണം എടുത്തത്. ഇത് നമ്മൾ ചോപ്പറിൽ മുറിച്ചത് കൊണ്ടാണ് വെള്ളം വരുന്ന മാതിരിക്കുന്നത്. അത് വഴറ്റിന നേരം കൊണ്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അങ്ങോട്ട് കളഞ്ഞെടുക്കുക. പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് അതിനൊന്ന് കുട്ടിയായിട്ട് മുറിക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒരു നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് ഇടാം. ചെറുതാക്കി അരിയണം. കൂടുതൽ പാടില്ല, ചെറുതാക്കി അരിയുക. കൂടുതൽ വണ്ണം പാടില്ല അതിന്. ഒരുപാട് ഉരുളക്കിഴങ്ങും പാടില്ല. ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇതിലേക്ക് ഇട്ടു. സബോള ഇത്രയായിട്ടൊന്ന് വാടി വരണുള്ളൂ കേട്ടാ. മഞ്ഞപ്പൊടി വേണം. അടുത്തിട്ട് വരാം. ഇത് കൂടുതൽ മൊരിയേണ്ട ആവശ്യമില്ല, ചുവന്ന കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ഇത്രയും മൊരിഞ്ഞാൽ മതി. ഇത് കൂടുതൽ ഇതും കൂടെ അങ്ങോട്ട് ഇടുക, ഉരുളക്കിഴങ്ങും കൂടെ അങ്ങോട്ട് ഇടുക. അതോട് സമയം നമ്മുടെ പോഹ കുതിർന്നു എന്നുള്ളത് നോക്കുക. കാരണം ഇത് കുതിരാനായിട്ട് കുറച്ച് സമയമെടുക്കും. കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നതിന് ആദ്യമേ പോഹ കുതിർത്തിയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ റെഡിയാകുമ്പോഴേക്കും പോഹയും കുതിർന്ന് റെഡിയാകും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. മതി. മഹാരാഷ്ട്ര ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അവരുടെ ഇടയ്ക്ക് ഓരോ തുള്ളി വെള്ളം വന്ന് വീഴുന്നുണ്ട് മഴയുടെ മരത്തുമ്പന്നേ. കല്യാണം കഴിയണ വരെ ഒരു ചായ വെക്കാൻ പോലും അറിയാത്ത ആൻറ്റി ആയിരുന്നു. ഇപ്പോൾ എല്ലാം അറിയാം. ഉപ്പിട്ടു. ഇപ്പം ആദ്യം കുറച്ചിടുക, അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ബാക്കി ഇടാം. പോഹ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുറച്ചൊന്ന് വായിലിട്ട് നോക്കണം പോഹ കുതിർന്നു എന്നുള്ളത്. കുതിർന്നിട്ടുണ്ട്. കുതിരാൻ അത്രയും സമയം ആവശ്യമുള്ളൂ. കഴുകി അങ്ങോട്ട് വെച്ചിട്ട് ഉള്ളി ഇടുമ്പോഴേക്കും കറക്റ്റ് സമയമാകും. കുറച്ച് പഞ്ചസാര വേണം. ഒരു നുള്ളി ഇവിടെ തന്നെ ഉണ്ട്.
ഇതിനെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 1.5 സ്പൂണോളം. എത്ര എണ്ണ ഒഴിക്കണോ അത്രയും സ്വാദ് തന്നെയാണ്. നമ്മൾ എണ്ണ കുറച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ പിന്നെ അടിപ്പിടിക്കില്ല, അതിന് സ്വാദ് കുറച്ചുകൂടെ കൂടും. ഒരു 1/2 സ്പൂൺ ടേസ്റ്റിന് പഞ്ചസാര. ഇതിൽ അണ്ടിപ്പരിപ്പിടേണ്ടവർക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഇടാം. പ്രത്യേകിച്ച് നിലക്കടല ഇടേണ്ടവർക്ക് നിലക്കടല ഇടാം. കാരണം എല്ലാവർക്കും നിലക്കടല കപ്പലണ്ടി വേറൊരു ലാംഗ്വേജ് കപ്പലണ്ടി അത് ഇടേണ്ടവർക്ക് ഇടാം. പക്ഷെ അത് തൊലിയോടുകൂടെ വേണം ഇടാം. വറുത്തിട്ട് തൊലിയോടുകൂടെ ഇടണം. തൊലി കളഞ്ഞിട്ട് ഇടാൻ പറ്റില്ല. ഉപ്പ് മതിയോ നോക്കിക്ക. ഉപ്പ് നോക്കട്ടെ കേട്ടാ. മതി പാകം. ഇനി കുറച്ച് ഇപ്പം നാളികേരം നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. ചിലവർക്ക് നാളികേരം കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. ഞാൻ ഇതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 3/4 കപ്പോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണ് പേടി 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 എന്ന് പറഞ്ഞ് നിന്ന് നടന്നിട്ട് നേരം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടി ഇടാം. കാരണം പോഹ നല്ലോണം ഉള്ളതുകൊണ്ട്. അപ്പോൾ എടുത്തത് മുഴുവൻ ഞാൻ ഇട്ടു. ഇനിയിപ്പോൾ നാളികേരം ഇഷ്ടമില്ലാത്തവർക്ക് നാളികേരം ഇടുന്നതിന് മുമ്പ് ഇതിനെ മാറ്റി നാരങ്ങ നീര് ഒഴിച്ച് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മൂടി സിമ്മിൽ 2 മിനിറ്റ് ഇട്ടാൽ മതി. ആ നേരം കൊണ്ട് മല്ലിയില അരിഞ്ഞെടുക്കുക. ഇത് സാധാരണ മല്ലിയല്ല, ആഫ്രിക്കൻ മല്ലിയാണ്. ജഗ്ഗു അജു പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറയണത്. ഞാൻ ഈ മല്ലിയില ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടാ എപ്പോഴും ഇത് എടുക്കുമ്പോൾ പറയും ഞങ്ങള് ആഫ്രിക്കൻ മല്ലിയിലയാണ് ഉപയോഗിക്കാന്ന് പറയും. മറ്റേ മല്ലിയിലയും നമുക്ക് ഉപയോഗിക്കാം, അതിന് വിരോധമൊന്നുമില്ല. ഇത് സെർവ് ചെയ്യുമ്പോൾ വെക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒഴിക്കില്ല. കാരണം ചിലവർക്ക് നാരങ്ങ നീര് പിടിക്കും, ചിലവർക്ക് പിടിക്കില്ല. അത് കാരണം ഇത് നമ്മളെ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം വെക്കാനായിട്ടുള്ളതാണ്. പിഴിഞ്ഞ് അതിലേക്ക് കഴിക്കാനായിട്ട്. 2 മിനിറ്റായി നമ്മൾ തുറന്നു. കാരണം ഇതൊന്നും വേവണമല്ലോ. കണ്ട എന്തൊരു വേഗം ഉണ്ടാക്കല് കഴിഞ്ഞേ. സുഖമായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റും അല്ലേ? ഇടയ്ക്ക് വെക്കും. ഇത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് പെട്ടെന്ന് വന്നു, നമുക്ക് വേറൊന്നും കൊടുക്കാനായിട്ടില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കേണ്ട ആവശ്യം ആരുമില്ല. പെട്ടെന്ന് വീട്ടിൽ അവിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടികളും ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നോർമലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. അത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ളത് പ്ലേറ്റിലേക്ക് ഇടുക. ചിലവർക്ക് ഇതിൻ്റെ മുകളിൽ എഗെയിൻ കുറച്ചുകൂടെ നാളികേരം വേണം തോന്നുന്നവർക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം ഇടാം. എന്നിട്ട് കുറച്ച് മല്ലിയില, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു നാരങ്ങ ഈ സൈഡിൽ. ഇതാണ് ഇതിൻ്റെ സെർവ് ചെയ്യുന്ന രീതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളികേരം ഇതിൻ്റെ മുകളിലിടാം. പിന്നെ ചിലവർക്ക് ഈ മിച്ചറിൻ്റെ ഇത് മുകളിലിടണമെന്ന് തോന്നും, കോലുകൾ മാതിരിയുള്ളത് മുകളിലിടണം തോന്നുകയാണെങ്കിൽ അതും മുകളിലിടാം. അതൊക്കെ നമ്മുടെ സൗകര്യം. ഇതിൻ്റെ മുകളിൽ ഇനി എന്തൊക്കെ ടേസ്റ്റിലിടണോ അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിനെ പിഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. ഇതിനെ ഇങ്ങനെ പിഴിയുക. അത് നമുക്ക് എത്രയ്ക്ക് നീര് വേണോ അത്രയ്ക്ക്. ചിലവർക്ക് പുളിപ്പ് കൂടുതൽ വേണം, ചിലപ്പോൾ പുളിപ്പ് കൂടുതൽ വേണ്ട. അങ്ങനെയുള്ളൊരു ഇതാക്കിയിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ. ഇച്ചിരി ഭാഗത്ത് എനിക്ക് പുളി അധികം ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച് ഭാഗത്ത് ആക്കണമല്ലോ. അതിൻ്റെ പുളിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ചിലവർക്ക് നാളികേരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, അപ്പോൾ അത് ചെയ്യാം. ചിലവർക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കഴിക്കാം. ഇനി നാരങ്ങ നീര് ഒഴിക്കാത്ത ഭാഗം എടുത്ത് നോക്കാം. ചൂടുണ്ട്.
മഴ പെയ്തിട്ട് അന്തരീക്ഷം തണുത്തിരിക്കണാരത് ഇങ്ങനെ ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഇരിക്കും. കുഴപ്പമില്ല. കഴിച്ചിട്ട് പറ, അഭിപ്രായം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ കഴിക്കാൻ അതിലാറ്. ചേട്ടൻ വന്നോ കഴിക്കാൻ? നമ്മൾ ക്യാമറ ചെയ്യല്ലേ. എങ്ങനെയുണ്ട് അതിൻ്റെ ഇത്? അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോയിട്ടൊക്കെ പുറത്തുനിന്ന് വന്നു ഭക്ഷണം കഴിക്കേണ്ട നേരത്തെയും വന്നിട്ടുണ്ടാവും, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. വേഗം അവിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരുടെ വീട്ടിലും അവില് എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് വേഗം നമ്മൾ അവില് കുതിർത്തി ഉള്ളി അരിയുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ പച്ചമുളക്, ഉള്ളി ഇതെപ്പോഴും വീട്ടിലുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേണമെന്നുള്ളവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട. ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇങ്ങോട്ട് ഉരുളക്കിഴങ്ങിന്റെ ഫ്ലേവർ വരുന്നില്ല, പക്ഷെ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയും. ഹെൽത്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കുന്നത് കണ്ടറിയാലോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് എൻ്റെ മുഖത്തും കാണുമ്പോൾ തന്നെ അറിയാം. ആൾക്കാർക്ക് അറിയാം ഇത് അത്ര ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ചേച്ചിയുടെ മുഖം കണ്ടിട്ട് എന്ന് പറയും. ജഗ്ഗു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോകണം കേട്ടോ. ജഗ്ഗുവിന് ഇഷ്ടപ്പെടും. ഇതിനൊരു പുളിയുണ്ട്. ആദ്യം ജഗ്ഗുവിന് കഴിക്കാം. അടിപൊളി സാധനം. ഭയങ്കര പുളിയാ. എന്തിന്റെ ടേസ്റ്റ് വരുന്നേ? ജീരകാണോ? കപ്പലണ്ടിയിൽ ഇട്ടിട്ടില്ലല്ലോ. കപ്പലണ്ടി ഇട്ടിട്ടില്ലേ? അവനെ ഉരുളക്കിഴങ്ങ് കഴിച്ചു. അവിലാണ് ഇതിലുള്ളതെന്നുള്ളതാണ്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് കാലത്തേക്ക് പറ്റിയൊരു ഭക്ഷണം തന്നെയാണ്. കാലത്തല്ല എപ്പോഴും കഴിക്കാം. വൈകുന്നേരം 4 മണിക്ക് ചായക്ക് ഉണ്ടാക്കാം. ഇഷ്ടമല്ലേ? സമയം അധികം എടുക്കില്ല, എളുപ്പമുണ്ടാക്കാനായിട്ട് പറ്റും. നാളികേരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും തോന്നും. അതെ, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചേർക്കാം. നാളികേരം കൂടുതലുള്ള ഏരിയ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അതിനല്ലേ പറഞ്ഞത്, ഇതിപ്പോൾ വിളമ്പിയ ശേഷം നാളികേരം കുറച്ച് അതിൻ്റെ മുകളിലിടുക. നാരങ്ങ വായിക്കല്ലേ പിഴിയണ്ടേ. ബെസ്റ്റ് സാധനം. കുറച്ച് നാളികേരം ചെറിയത് എടുത്തിട്ട് വാ. അവിടുന്ന് കുറച്ച് എടുത്തിട്ട് വാ. പപ്പടം അതിൻ്റെ മുകളിലിടാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം അടിപൊളിയിട്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇന്ന ദേശം, ഭാഷ അല്ലെങ്കിൽ ഭക്ഷണം ഒന്നുമില്ല, എല്ലാം കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ബ്രേക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത തിരികെ കിടക്കണം കേട്ടോ.